പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവന്ന സയോണിയുടെ ബോഡി കണ്ട് കരയുന്ന പാരന്റ്സിനെ നോക്കി ജീപ്പിൽ തന്നെ ഇരുന്ന പ്രകാശിനോട് നമുക്ക് പോയി കാര്യങ്ങൾ ചോദിക്കാമെന്ന് കോൺസ്റ്റബിൾ മാരിമുത്ത് പറയും. അവർ വിഷമിച്ചിരിക്കുന്നതിനാൽ ഇപ്പോൾ വേണ്ട എന്ന് പ്രകാശ് പറഞ്ഞപ്പോൾ എന്നാൽ താൻ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഒരു ഫാമിലി മെമ്പറെ കണ്ടെത്തി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി തിരിച്ചെത്തും. മാരിമുത്ത് പറഞ്ഞു, കൊല്ലപ്പെട്ട സയോണി ഫ്രീ ടൈമിൽ NGOയിൽ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോകാറുണ്ട്. കഴിഞ്ഞ ദിവസവും വീട്ടിൽ നിന്നും ഇറങ്ങിയത് അതിനുവേണ്ടിയാണ്. പ്രകാശും മാരിമുത്തുവും സയോണി കഴിഞ്ഞ ദിവസം ക്ലാസ് എടുക്കാൻ പോയ NGOയിലെത്തി കാര്യങ്ങൾ അന്വേഷിക്കും. കഴിഞ്ഞ ദിവസം സയോണി തന്നെയാണ് ക്ലാസ് എടുത്തത് എന്ന് ഫോട്ടോ കണ്ട് അവിടുത്തെ ലേഡി സ്റ്റാഫ് തിരിച്ചറിയും. 8:30 കഴിഞ്ഞപ്പോൾ ക്ലാസ് കഴിഞ്ഞ് പോകാൻ നേരത്ത് അവരുടെ സ്കൂട്ടർ ഓൺ ആയില്ല എന്നും എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് ചോദിച്ചപ്പോൾ സയോണി വേണ്ട എന്ന് പറഞ്ഞ് സ്കൂട്ടർ ഉന്തിക്കൊണ്ടു പോയെന്നും ആ ലേഡി സ്റ്റാഫ് പറഞ്ഞു. സയോണിയുടെ വണ്ടി പർപ്പിൾ കളർ സ്കൂട്ടിയാണെന്ന് മനസ്സിലാക്കി വണ്ടിയുടെ നമ്പർ പാരന്റ്സിൽ നിന്നും വാങ്ങി പ്രകാശും മാരിമുത്തുവും തൊട്ടടുത്തുള്ള ഒരു വർക്ക്ഷോപ്പിലെത്തി അന്വേഷിക്കും. എന്നാൽ അത് 4 വീലർ വർക്ക്ഷോപ്പ് ആണെന്നും 2 വീലർ ഇവിടെ ശരിയാക്കില്ല എന്ന് പറഞ്ഞ് അവിടത്തെ പയ്യൻ പോലീസുകാരെ തിരിച്ചയക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു ഫോർഡ് ഐക്കൺ കാറ് ബസറിട്ട് പിന്നിലേക്ക് എടുത്തത്. അപ്പോൾ അവിടെ സയോണിയുടെ സ്കൂട്ടർ ഇരിക്കുന്നത് പോലീസുകാർ കണ്ടു.